രണ്ടില പിളർപ്പിലേക്കും. അഭ്യൂഹങ്ങൾ അവസാനിപ്പിച്ച് മത്സരിക്കാൻ അവകാശവാദം ഉന്നയിച്ച പി.ജെ. ജോസഫ്. തനിക്ക് മത്സരിക്കാൻ സീറ്റ് വേണമെന്ന തൊടുപുഴയിൽ വാർത്താ സമ്മേളനം വിളിച്ച് പി.ജെ. ജോസഫ് ആവശ്യപ്പെട്ടു. ഏതു സീറ്റിൽ മത്സരിച്ചാലും വിജയം ഉറപ്പാണെന്നും പി.ജെ. ജോസഫ് അവകാശപ്പെട്ടു. നാളെ യു.ഡി.എഫ് സീറ്റ് വിഭജന ചർച്ച തുടങ്ങാനിരിക്കെയാണ് മത്സരിക്കാൻ ഉറച്ച പി.ജെ. ജോസഫ് രംഗത്തെത്തിയത്. കേരള കോൺഗ്രസ് പിളർപ്പിലേക്കെന്ന അഭ്യൂഹം ശക്തിപ്പെടുത്തുന്നതിനിടെ മത്സരിക്കാനില്ലെന്ന് നിഷ ജോസ് കെ മാണി അറിയിച്ചു. പി.ജെ. ജോസഫ് മത്സരിക്കാൻ താൽപര്യം അറിയിച്ചിട്ടില്ലെന്ന് ജോസ് കെ മാണി കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞതിന് മറുപടിയായാണ് ജോസഫിന്റെ പ്രഖ്യാപനം. കോട്ടയത്തിന് പുറമെ ഇടുക്കിയോ പഴയ മുഖ്യമന്ത്രിയുടെ ഭാഗമായ ചാലക്കുടിയോ വേണമെന്നാണ് ഇത് കോൺഗ്രസ് പ്രസിഡന്റ് ശ്രീ രാഹുൽ ഗാന്ധിയുടെ മുമ്പിലാണ് അവതരിപ്പിച്ചത്. ഈ സീറ്റുകളിൽ ആര് മത്സരിക്കുമെന്നത് പാർട്ടിയാണ് തീരുമാനിക്കേണ്ടത്. തനിക്ക് മത്സരിക്കാൻ ആഗ്രഹമുണ്ട്. ഒന്നിനൊന്ന് ശ്രമിച്ചത് അന്ന് രാജീവ് ഗാന്ധി മരിച്ച പശ്ചാത്തലത്തിൽ അന്ന് ജയിച്ചില്ല. അതുകൊണ്ട് ലോക്സഭയിലേക്ക് പോയാൽ കൊള്ളാമെന്ന് ആഗ്രഹമുണ്ട്. നിഷ ജോസ് കെ മാണിക്ക് വേണ്ടിയാണ് കെ എം മാണി കോട്ടയം സീറ്റിനായി കടുംപിടുത്തം നടത്തുന്നത് എന്ന അഭ്യൂഹങ്ങൾക്കിടെയാണ് മത്സരിക്കാനില്ലെന്ന് നിഷ പ്രഖ്യാപിച്ചത്. തെരഞ്ഞെടുപ്പിന് മത്സരിക്കുന്നില്ല എന്നുള്ളത് നേരത്തെ തന്നെ പറഞ്ഞ് നമ്മൾ അതൊക്കെ പറഞ്ഞ് ഗുഡ് ബൈ ഒക്കെ പറഞ്ഞ് പോയതാണല്ലോ. പിന്നെ വീണ്ടും ഇങ്ങനെ ഒരു ചോദ്യം, എനിക്കറിയില്ല എന്തുകൊണ്ടാണ് ഇങ്ങനെ മനഃപൂർവ്വം ആരും ഒക്കെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതാ. കേരള കോൺഗ്രസ് എമ്മിലെ തർക്കത്തിൽ തട്ടി യു.ഡി.എഫിലെ സീറ്റ് വിഭജനം പ്രതിസന്ധിയിലായിരിക്കെയാണ് പ്രശ്നം കൂടുതൽ രൂക്ഷമാക്കി പി.ജെ. ജോസഫ് പരസ്യമായി രംഗത്തെത്തിയത്. പിളരുന്നെങ്കിൽ പിളരട്ടെ നിലപാടിലാണ് കെ എം മാണി. ജോസഫിന് സീറ്റ് വിട്ടു നൽകുന്നതിനേക്കാൾ കെ എം മാണിയെയും ജോസ് കെ മാണിയെയും വിഷമിപ്പിക്കുന്നത് ജോസഫ് ജയിച്ച് ഡൽഹിയിലെത്തിയാൽ പാർട്ടി ദേശീയ നേതാവായി അംഗീകരിക്കേണ്ടി വരും എന്നതാണ്. സ്വാഭാവികമായും യു.പി.എ നേതൃയോഗങ്ങളിലും ഒത്തുവന്നാൽ മന്ത്രിസ്ഥാനത്തും ആദ്യ പരിഗണന ജോസഫിനാകും. ആർ കിരൺ ബാബു, പൊളിറ്റിക്കൽ ബ്യൂറോ, ന്യൂസ് 18. കേരള കോൺഗ്രസ് എമ്മിലെ തർക്കം യു.ഡി.എഫ് സീറ്റ് വിഭജനവും കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനവും പ്രതിസന്ധിയിലാക്കി. നാളെ കൊച്ചിയിൽ സീറ്റ് വിഭജന ചർച്ച നടക്കാനിരിക്കെയാണ് പി.ജെ. ജോസഫ് മത്സരിക്കാൻ സീറ്റ് ആവശ്യപ്പെട്ട് പരസ്യമായി രംഗത്തെത്തിയത്. കേരള കോൺഗ്രസിലെ തർക്കങ്ങൾ പിളർപ്പിലേക്ക് നീങ്ങില്ലെന്ന് യു.ഡി.എഫ് നേതൃത്വം അവകാശപ്പെട്ടപ്പോൾ പി.ജെ. ജോസഫ് നിലപാട് വ്യക്തമാക്കാൻ കാത്തിരിക്കുകയാണ് ഇടതുമുന്നണി. കഴിഞ്ഞ തവണത്തെ ഫോർമുല അംഗീകരിച്ച് ഒറ്റ ദിവസ ചർച്ചയിൽ സീറ്റ് വിഭജനം പൂർത്തിയാക്കാനായിരുന്നു യു.ഡി.എഫിന്റെ തീരുമാനം. ഈ ശ്രമമാണ് കേരള കോൺഗ്രസിലെ തർക്കം പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നത്. മാണിയുടെ തീരുമാനം മറികടന്ന് കേരള കോൺഗ്രസിനെ മുന്നണിയിൽ നിർത്തിയത് താനാണെന്ന് കഴിഞ്ഞ ദിവസം പി.ജെ. ജോസഫ് യു.ഡി.എഫ് നേതൃത്വത്തെ ഓർമ്മിപ്പിച്ചിരുന്നു. ഇതോടെ കേരള കോൺഗ്രസിനെ ഒന്നിച്ചു നിർത്തുന്നതിനൊപ്പം ജോസഫിന് സീറ്റ് ഉറപ്പാക്കേണ്ട ഉത്തരവാദിത്തം കൂടി യു.ഡി.എഫ് നേതൃത്വത്തിനായി. ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നതിനപ്പുറം ഇത് എങ്ങനെയെന്ന കാര്യത്തിൽ യു.ഡി.എഫ് നേതൃത്വം ഇരുട്ടിൽ തപ്പുകയാണ്. കേരള കോൺഗ്രസിൽ ഒരു പിളർപ്പ് ഉണ്ടാവുമെന്ന് ഞാൻ കരുതുന്നില്ല. അവരെ കൂട്ടായി ആലോചിച്ച് അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുമെന്നാണ് എൻ്റെ വിശ്വാസം. യു.ഡി.എഫിൽ അവസാനം രമ്യമായ പരിഹാരം മാത്രമേ വരുള്ളൂ. കേരള കോൺഗ്രസിലെ പ്രതിസന്ധിയിൽ തിടുക്കം വേണ്ടെന്നാണ് ഇടതു തീരുമാനം. ജനാധിപത്യ കേരള കോൺഗ്രസിനെ ഇറക്കി പി.ജെ. ജോസഫിന് വീര്യം പകരുക, ഒപ്പം കോൺഗ്രസിനെ സമ്മർദ്ദത്തിലാക്കുക. ഈ തന്ത്രമാണ് ഇടതുമുന്നണി ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്. ഭാഗ്യശക്തികൾ ആണ് ഇപ്പോൾ കേരള കോൺഗ്രസിൽ ഇടപെട്ട് ഇപ്പോൾ കലാപം ഉണ്ടാക്കുന്നത്. പക്ഷേ ആ നിലപാടെടുക്കാൻ പി.ജെ. ജോസഫിന് കഴിയുമെന്ന് എനിക്ക് പറയാൻ സാധിക്കില്ല. അദ്ദേഹത്തിന് പഴയതുപോലെ ഇടപെടാനുള്ളൊരു ശക്തി വീണ്ടും തോന്നുന്നില്ല. സീറ്റ് ആവശ്യപ്പെട്ട് പിണങ്ങിയ ശേഷം പി.ജെ. ജോസഫിന് പുതിയ പാർട്ടി രൂപീകരിച്ച് യു.ഡി.എഫിൽ തുടരാനാകില്ലെന്നും ഇടതു നേതൃത്വം വിലയിരുത്തുന്നു. അതുകൊണ്ട് പി.ജെ. ജോസഫ് മുന്നണി വിട്ട് വരുമെന്ന് തന്നെയാണ് ഇടതു പ്രതീക്ഷ. പൊളിറ്റിക്കൽ ഡെസ്ക്, ന്യൂസ് 18. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെ വീട്ടിൽ പോയി കണ്ട മുഖ്യമന്ത്രി. വെള്ളാപ്പള്ളിയുടെ വസതിയിൽ 15 മിനിറ്റോളം ചെലവഴിച്ച മുഖ്യമന്ത്രി കൂടിക്കാഴ്ചയെക്കുറിച്ച് പ്രതികരിച്ചില്ല. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പതിവ് രീതികളിൽ നിന്നെല്ലാം വ്യത്യസ്തമായിരുന്നു കണിച്ചുകുളങ്ങരയിലെ സന്ദർശനം. സാമുദായിക നേതാക്കളോട് പരസ്യമായി വലിയ അടുപ്പം കാണിക്കാത്ത മുഖ്യമന്ത്രി SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെ വസതിയിലെത്തി കണ്ടു. തൊട്ടടുത്തുള്ള പ്രഖ്യാപിത പരിപാടിക്ക് അരമണിക്കൂർ മുമ്പ് മുഖ്യമന്ത്രി എത്തുകയായിരുന്നു. ഒപ്പം തോമസ് ഐസക്കും ജി സുധാകരനും പി തിലോത്തമനും. പിന്നാലെ CPM ജില്ലാ സെക്രട്ടറിയും ഏരിയ സെക്രട്ടറിയും കൂടി എത്തിയതോടെ വെള്ളാപ്പള്ളിയുടെ വീട്ടിൽ ആകെ ഒരു ഇടതുമയം. തുറന്ന മുറിയിൽ സൗഹൃദ സംഭാഷണം. പതിവ് സന്ദർശനമല്ലല്ലോ എന്ന ചോദ്യത്തിന് മൗനം മറുപടി. NSS ജനറൽ സെക്രട്ടറിയെ മാടമ്പി എന്ന് വിശേഷിപ്പിച്ച കോടിയേരി പക്ഷേ വെള്ളാപ്പള്ളിയുമായുള്ള കൂടിക്കാഴ്ചയെ ഇങ്ങനെ വിശദീകരിച്ചു. ഇങ്ങനെയുള്ള സംഘടനകളൊന്നും തന്നെ ഞങ്ങളുടെ ശത്രുക്കളല്ല. ഞങ്ങളുടെ ശത്രുപക്ഷത്ത് അവരാരെയും ഞങ്ങൾ കാണുന്നില്ല. അവിടെ പോകേണ്ടതില്ല എന്നൊരു നിലപാട് ഞങ്ങൾക്കില്ല.
വനിതാ മതിലിലൂടെ കെട്ടിപ്പൊക്കിയ ബന്ധം കൂടുതൽ ദൃഢമാക്കുക, ഒപ്പം വാതിൽ കൊട്ടിയടിച്ച NSSന് SNDPയെ ചേർത്ത് പിടിച്ച് മറുപടി നൽകുക. ഈ 2 ലക്ഷ്യങ്ങളായിരുന്നു മുഖ്യമന്ത്രിയുടെ ഇന്നത്തെ സന്ദർശനത്തിന് പിന്നിൽ. കണിച്ചുകുളങ്ങരയിൽ നിന്നും ക്യാമറമാൻ പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18. വാതിൽ കൊട്ടിയടച്ച NSSനടുത്തേക്ക് ഇനി പോകാനില്ലെന്ന CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. സമുദായ നേതാക്കളോട് LDFന് സൌഹൃദം മാത്രമാണ്, ആരെയും ശത്രുപക്ഷത്ത് കാണുന്നില്ല, ആരെയും കാണുന്നതിൽ CPMന് എതിർപ്പില്ല. വെള്ളാപ്പള്ളിയുമായി മുഖ്യമന്ത്രി നടത്തിയത് രഹസ്യ കൂടിക്കാഴ്ച അല്ലെന്നും കോടിയേരി പറഞ്ഞു. വാതിൽ കൊട്ടിയടച്ച സ്ഥലത്ത് ഞങ്ങൾക്ക് മുട്ടി വാതിൽ തുറപ്പിക്കാൻ പറ്റുമോ? ഞങ്ങൾക്ക് വിയോജിപ്പില്ല എന്ന് പറഞ്ഞില്ലേ? അവർ വിശ്വാസത്തിന്റെ ഭാഗമായിട്ട് നിൽക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. വിശ്വാസം അവരെ രക്ഷിക്കട്ടെ. സമുദായ നേതാക്കന്മാരോട് എപ്പോഴും സൗഹൃദ നിലപാടാണ് ഇടതുപക്ഷം സ്വീകരിക്കാറ്. പെരിയ ഇരട്ടക്കൊലക്കേസിനെ തുടർന്ന് സംഘർഷം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ കാസർഗോഡ് നാളെ സർവകക്ഷി സമാധാന യോഗം നടക്കും. ജില്ലാ കളക്ടറേറ്റിൽ ഉച്ചയ്ക്ക് ശേഷം 2-ന് ചേരുന്ന യോഗത്തിൽ മന്ത്രി ഇ ചന്ദ്രശേഖരൻ പങ്കെടുക്കും. കൂടുതൽ വിവരങ്ങളുമായി കാസർഗോഡ് നിന്നും വിനേഷ് കുമാർ ചേരുന്നു. വിനേഷ്, വിവരങ്ങൾ. പെരിയ ഇരട്ടക്കൊല വലിയ രീതിയിലുള്ള സമാധാന അന്തരീക്ഷത്തെ കാര്യമായി ബാധിച്ചൊരു സാഹചര്യത്തിലാണ് മന്ത്രി ഇ ചന്ദ്രശേഖരൻ ഇടപെട്ട് ഇപ്പോൾ സർവകക്ഷി യോഗം വിളിച്ചിരിക്കുന്നത്. സർവകക്ഷിയുടെ നേതൃത്വത്തിൽ സമാധാന യോഗമാണ് വിളിച്ചിട്ടുള്ളത്. നാളെ ഉച്ചയ്ക്ക് 2-ന് കലക്ടറേറ്റിലുള്ള കോൺഫറൻസ് ഹാളിലാണ് ചേരുന്നത്. എന്നാൽ ഇക്കാര്യത്തിൽ കോൺഗ്രസ് തങ്ങളുടെ നിലപാട് പറഞ്ഞിട്ടില്ല. പക്ഷേ ഈ ചന്ദ്രശേഖരൻ ആണ് വിളിച്ച ഒരൊറ്റ കാരണം കൊണ്ട് അത് വരാൻ മാറ്റമില്ല, വരുന്നതിൽ മാറ്റമില്ല, അല്ലെങ്കിൽ തങ്ങൾ വരാൻ തയ്യാറാണ് എന്നുള്ളൊരു നിലപാടാണ്. കാരണം ഈ കൊല്ലപ്പെട്ട 2 പേരുടെയും വീട്ടിൽ കഴിഞ്ഞ ദിവസം ഈ ചന്ദ്രശേഖരൻ സന്ദർശനം നടത്തുകയും മറ്റും ചെയ്തിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ ഇതിൽ പങ്കെടുക്കാൻ തന്നെയാണ് കോൺഗ്രസിന്റെ തീരുമാനമെങ്കിലും ഇത് പരസ്യമായി പ്രഖ്യാപിച്ചിട്ടില്ല. നാളെയും മറ്റന്നാളുമായി 48 മണിക്കൂർ നേരം നിരാഹാര സമരമുണ്ട്. കാരണം CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് കോൺഗ്രസിലെ പ്രമുഖ നേതാക്കളെല്ലാം തന്നെ ഇന്ന് വൈകുന്നേരവും നാളെയുമായി കാസർഗോഡ് എത്തും. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് നാളെ സമാധാന യോഗം വിളിച്ചിട്ടുള്ളത്. കാസർഗോഡ് നാളെ സർവകക്ഷി സമാധാന യോഗം നടക്കും. മന്ത്രി ഇ ചന്ദ്രശേഖരൻ യോഗത്തിൽ പങ്കെടുക്കും. വിവരങ്ങളാണ് കാസർഗോഡ് നിന്നും വിനേഷ് കുമാർ നൽകിയത്. പെരിയയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ ഇരട്ടക്കൊലപാതകത്തിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം തുടങ്ങി. DGPയുടെ നിർദ്ദേശപ്രകാരം അന്വേഷണം ഏറ്റെടുത്ത ക്രൈംബ്രാഞ്ച് സംഘം കൊലപാതകത്തിലെ ഗൂഢാലോചനയാണ് പ്രധാനമായും അന്വേഷിക്കുക. കാസർഗോഡ് SP ഓഫീസിലേക്ക് കോൺഗ്രസ് നടത്തിയ മാർച്ച് സംഘർഷത്തിൽ കലാശിച്ചു. പെരിയ ഇരട്ടക്കൊലപാതകം CBI അന്വേഷിക്കണമെന്ന ആവശ്യത്തിലുറച്ച് കോൺഗ്രസ് പ്രത്യക്ഷ സമരം തുടങ്ങിയതിനിടെയാണ് അന്വേഷണം ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തിരിക്കുന്നത്. പിടിയിലായ പ്രതികൾ കൂടാതെ കൂടുതൽ പേരുടെ പങ്ക് കൊലപാതകത്തിന് പിന്നിലുണ്ടോ എന്ന് ക്രൈംബ്രാഞ്ച് പരിശോധിക്കും. കാസർഗോഡ് SP ഓഫീസിലേക്ക് നടന്ന കോൺഗ്രസ് മാർച്ച് സംഘർഷത്തിൽ കലാശിച്ചു. നാളെ മുതൽ 48 മണിക്കൂർ നിരാഹാര സമരം ആരംഭിക്കാൻ കോൺഗ്രസ് ജില്ലാ നേതൃത്വം തീരുമാനിച്ചിട്ടുണ്ട്. CBI ആവശ്യം കടുപ്പിക്കാനാണ് കോൺഗ്രസിന്റെ നീക്കം. ഭരണത്തിന്റെ ബലത്തിൽ നടത്തിയ ഈ കൊലപാതകം ഭരണത്തിന്റെ സഹായത്തോടു കൂടി തന്നെ വഴിതിരിച്ചു വിടാൻ ആസൂത്രിതമായി തന്നെ ശ്രമിക്കുകയാണ്. ഈ കേസ് CBI അന്വേഷിച്ചാൽ മാത്രമേ യഥാർത്ഥ പ്രതികളെ കണ്ടെത്താൻ കഴിയൂ. CBI അന്വേഷണത്തിന്റെ നിയമവശങ്ങൾ പരിശോധിക്കാൻ കോൺഗ്രസ് അനുഭാവികളായ അഭിഭാഷകർ കാസർഗോഡ് യോഗം ചേർന്നു. അതേസമയം CBI അന്വേഷണം ആവശ്യമില്ലെന്ന നിലപാടിലാണ് CPMഉം സർക്കാരും. അങ്ങനെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ കേരള പോലീസിന്റെ അന്വേഷണ മികവ് തന്നെ നഷ്ടപ്പെട്ടു പോകും. ആ CBIയെ വെള്ളപൂശാൻ ഇവിടെ കോൺഗ്രസ് രംഗത്തിറങ്ങുന്നത് CBI ആണ് മഹത്തരമെന്ന് പറയുന്നത് രാഹുൽ ഗാന്ധി എടുത്ത നിലപാടിന് വിരുദ്ധമല്ലേ? ന്യൂസ് 18 കാസർഗോഡ്. കാസർഗോഡ് ഇരട്ടക്കൊലപാതക കേസിൽ കുറ്റക്കാരെ പാർട്ടി പുറത്താക്കിയിട്ടുണ്ടെന്ന് CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി. ആരായാലും കടുത്ത നടപടി സ്വീകരിക്കുമെന്ന് പാർട്ടി നേരത്തെ വ്യക്തമാക്കിയതാണെന്നും യെച്ചൂരി പറഞ്ഞു. കേന്ദ്രത്തിൽ BJPക്കെതിരെ ബദൽ സർക്കാർ ഉണ്ടാക്കാനാണ് CPM ശ്രമം. ബദൽ സർക്കാരിന്റെ സ്വഭാവം തെരഞ്ഞെടുപ്പിന് ശേഷമേ വ്യക്തമാകൂ എന്നും ബംഗാളിൽ കോൺഗ്രസുമായി സഖ്യത്തിന് തീരുമാനിച്ചിട്ടില്ലെന്നും യെച്ചൂരി വ്യക്തമാക്കി. Our party has expelled those people who are involved in it, and we have said that whoever from our party is found to be associated with it, we'll take very stringent, strict action. We don't approve of these sort of things. CPM is very clear, and that has already been made clear. The CPM has taken three objectives. One is to defeat the BJP and its allies. 2, to strengthen the left in the Lok Sabha, and 3, to work for an alternate secular government to be set up in the centre post-elections. Now, what will be the character of the alternate secular government, that can only be known after the elections.
Nothing is decided here. പെരിയ ഇരട്ടക്കൊലക്കേസിൽ സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ട് സമരം ശക്തമാക്കുമെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ഡീൻ കുര്യാക്കോസ്. കൃപേഷും ശരത് ലാലും കൊല്ലപ്പെടുമെന്ന് ആദ്യം വിളിച്ചു പറഞ്ഞ VPP മുസ്തഫയെ അറസ്റ്റ് ചെയ്യണം. കണ്ണൂരിൽ നിന്നുള്ള കില്ലർ സ്ക്വാഡ് കാസർഗോഡ് എത്തിയിരുന്നു. IG ശ്രീജിത്ത് കളങ്കിതനായ ഉദ്യോഗസ്ഥനാണെന്നും ഡീൻ കുറ്റപ്പെടുത്തി. ഇപ്പോൾ നിലനിൽക്കുന്ന അന്വേഷണത്തെക്കാൾ വിശ്വസനീയമായ നിലയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാൻ ഇന്ത്യ രാജ്യത്ത് നിലനിൽക്കുന്ന ഏറ്റവും ഉന്നതമായ അന്വേഷണ ഏജൻസി അത് CBI തന്നെയാണ്. നമുക്ക് അതിനപ്പുറത്ത് മറ്റൊരു സംവിധാനമില്ല. അപ്പോൾ ആ CBI തന്നെ അന്വേഷണം നടത്തണമെന്ന് നമ്മൾ ആവശ്യപ്പെടുന്നത് ആ ഒരു ഘട്ടത്തിലാണ്. എത്രയും പെട്ടെന്ന് CBI അന്വേഷണം വന്നാൽ അത്രയും നല്ലത് എന്ന് പറയുന്നത് തെളിവുകൾ നശിക്കപ്പെട്ടു പോകാതിരിക്കാനും യഥാർത്ഥ പ്രതികൾ അറസ്റ്റ് ചെയ്യപ്പെടാനുമാണ്. VT ബൽറാമിനെതിരെ MP രാജേഷ് MP KR മീര പറഞ്ഞതിൽ വിയോജിപ്പുണ്ടെങ്കിൽ വിമർശനമാകാം, എന്നാൽ അധിക്ഷേപിക്കരുത്. വിവേകമുള്ളവർ കോൺഗ്രസിലുണ്ടെങ്കിൽ ബൽറാമിനെ തിരുത്തണമെന്നും ബൽറാം മുൻപും പലരെയും അധിക്ഷേപിച്ചിട്ടുണ്ടെന്നും രാജേഷ് പാലക്കാട് പറഞ്ഞു. ഒരു ജനപ്രതിനിധി ഇങ്ങനെ സ്ത്രീകളെ അവഹേളിക്കാനും സാമൂഹിക മാധ്യമങ്ങളിലൂടെ ഒരു മോബ് ലിഞ്ചിങ്ങിന് ആഹ്വാനം ചെയ്യാനും തയ്യാറായി എന്നുള്ളത് ഈ കേരളം ഒറ്റക്കെട്ടായിട്ട് അപലപിക്കേണ്ടതാണ്. സംസ്കാരത്തിന്റെ ബാലപാഠമെങ്കിലുമുള്ള ഒരു ജനപ്രതിനിധിയാണെങ്കിൽ ഇങ്ങനെ ചെയ്യുമായിരുന്നു. തിരുവനന്തപുരം വിമാനത്താവളം നടത്തിപ്പ് അദാനി ഗ്രൂപ്പിന് ലഭിച്ചേക്കും. ധനകാര്യ ബിഡിൽ അദാനി ഗ്രൂപ്പ് ഒന്നാമതെത്തി. സംസ്ഥാന സർക്കാരിന് വേണ്ടി ലേലത്തിൽ പങ്കെടുത്ത KSIDC രണ്ടാമതും ഡൽഹി ഹൈദരാബാദ് വിമാനത്താവള നടത്തിപ്പുകാരായ GMR മൂന്നാമതുമെത്തി. ഔദ്യോഗിക പ്രഖ്യാപനം വ്യാഴാഴ്ചയാണ്. സ്വകാര്യവൽക്കരണത്തിനെതിരെ വിമാനത്താവള ജീവനക്കാർ അനിശ്ചിതകാല നിരാഹാര സമരം ആരംഭിച്ചു. സ്വകാര്യവൽക്കരണവുമായി ബന്ധപ്പെട്ട ലേല നടപടികൾ സ്റ്റേ ചെയ്യണമെന്ന ആവശ്യം ഹൈക്കോടതി നിരസിച്ചു. സംസ്ഥാന സർക്കാരിന്റെയും വിമാനത്താവള ജീവനക്കാരുടെയും എതിർപ്പ് ഫലം കാണില്ല. തിരുവനന്തപുരം വിമാനത്താവളം സ്വകാര്യ മേഖലയിലേക്ക് തന്നെ. ധനകാര്യ ബിഡ് തുറന്നപ്പോൾ ഒന്നാം സ്ഥാനത്തെത്തിയത് അദാനി ഗ്രൂപ്പ്. യൂസർ ഫീ അടിസ്ഥാനത്തിലായിരുന്നു ലേലം. ഒരു ആഭ്യന്തര യാത്രക്കാരൻ വിമാനത്താവളം ഉപയോഗിക്കുമ്പോൾ 168 രൂപ വിമാനത്താവള അതോറിറ്റിക്ക് നൽകുമെന്നാണ് അദാനി ഗ്രൂപ്പിന്റെ വാഗ്ദാനം. KSIDC 135 രൂപയും GMR ഗ്രൂപ്പ് 63 രൂപയുമാണ് കോട്ട് ചെയ്തത്. KSIDCക്ക് 10% റൈറ്റ് ഓഫ് ഫസ്റ്റ് റെഫ്യൂസൽ അനുവദിച്ചിരുന്നു. ഇതുപ്രകാരം കൂടുതൽ തുക നിർദ്ദേശിക്കുന്നത് മറ്റു 2 കമ്പനികളാണെങ്കിൽ പോലും ലേലത്തുക വർദ്ധിപ്പിക്കാൻ KSIDCക്ക് അവസരം ലഭിക്കുമെന്നായിരുന്നു പ്രതീക്ഷ. എന്നാൽ ബിഡിൽ അതുണ്ടായില്ല. നടത്തിപ്പവകാശം അദാനിക്ക് ലഭിച്ചാലും ഭൂമിയുടെ ഉടമസ്ഥാവകാശം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ സംസ്ഥാന സർക്കാരിന്റെ നിലപാട് നിർണായകമാകും. ജീവനക്കാരുടെ സമരവും ശക്തമാകും. യാതൊരു മാനദണ്ഡങ്ങളും പാലിക്കാതെ അദാനി പോലെയുള്ള സ്വകാര്യ കോർപ്പറേറ്റുകൾക്ക് ഗവൺമെന്റ് അടിയറ വെക്കുന്നത് ഇവിടുത്തെ ജനങ്ങളുടെ മുമ്പിൽ ചൂണ്ടിക്കാണിക്കുവാൻ വേണ്ടി മാത്രമാണ് ഞങ്ങൾ ഈ സമരം നടത്തുന്നത്. വിഴിഞ്ഞം തുറമുഖത്തിന് പിന്നാലെ വിമാനത്താവളം കൂടി ലഭിക്കുന്നതോടെ തലസ്ഥാനത്തെ 2 തന്ത്രപ്രധാന സ്ഥാപനങ്ങൾ അദാനിയുടെ കൈവശമാകും. ന്യൂസ് 18 തിരുവനന്തപുരം. നടിയെ ആക്രമിച്ച ദൃശ്യങ്ങൾ പകർത്തിയ കേസിൽ വനിതാ ജഡ്ജിയെ വിചാരണയ്ക്ക് നിയോഗിക്കണമെന്നാവശ്യപ്പെട്ട് നടി നൽകിയ ഹർജി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന് വിട്ടു. ഇന്ന് കേസ് പരിഗണിച്ച സിംഗിൾ ബെഞ്ചിന്റേതാണ് തീരുമാനം. കേസിന്റെ വിചാരണയ്ക്ക് വനിതാ ജഡ്ജി വേണമെന്ന ആവശ്യത്തെ എതിർത്തും വിചാരണ എറണാകുളത്തിന് പുറത്തേക്ക് മാറ്റുന്നത് ബുദ്ധിമുട്ടാണെന്ന് ചൂണ്ടിക്കാട്ടിയും കേസിലെ 1-ാം പ്രതി പൾസർ സുനിയും കോടതിയെ സമീപിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ ആവശ്യമുന്നയിക്കാൻ പ്രതിക്ക് അവകാശമില്ലെന്നാണ് സർക്കാർ നിലപാട്. ലക്ഷങ്ങൾ മുടക്കി വീണ്ടും മുഖ്യമന്ത്രിയുടെ ഹെലികോപ്റ്റർ യാത്ര. ആലപ്പുഴ തിരുവനന്തപുരം യാത്രയ്ക്കാണ് ഇന്ന് മുഖ്യമന്ത്രി ഹെലികോപ്റ്ററിനെ ആശ്രയിച്ചത്. സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലായിരിക്കെ വൻതുക ചെലവിട്ട് മുഖ്യമന്ത്രി ഹെലികോപ്റ്ററിൽ യാത്ര ചെയ്യുന്നത് നേരത്തെ വിവാദമായിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയന് ഇന്ന് ആലപ്പുഴയിൽ തിരക്കിട്ട പരിപാടികൾ. വെള്ളാപ്പള്ളി നടേശന്റെ നേതൃത്വത്തിലുള്ള കണിച്ചുകുളങ്ങര ക്ഷേത്രത്തിലെ പിൽഗ്രിം സെന്റർ ഉദ്ഘാടനം രാവിലെ 9-ന്. ഇതിനുശേഷം നിയമസഭാ സെക്രട്ടേറിയറ്റ് തിരുവനന്തപുരത്ത് സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ പങ്കെടുക്കണം. ലക്ഷങ്ങൾ വാടക നൽകി സ്വകാര്യ കമ്പനിയുടെ ഹെലികോപ്റ്ററിൽ തിരുവനന്തപുരത്തേക്കും പിന്നീട് തിരിച്ചും യാത്ര. നേരത്തെയും മുഖ്യമന്ത്രിയുടെ ഹെലികോപ്റ്റർ യാത്ര വിവാദമായിരുന്നു. CPM സമ്മേളനത്തിനിടെ മുഖ്യമന്ത്രിയുടെ ഹെലികോപ്റ്റർ യാത്രയ്ക്ക് ഓഖി ഫണ്ട് ഉപയോഗിച്ചതാണ് ആദ്യ വിവാദം. അടുത്തിടെ ബെഫി സമ്മേളനത്തിൽ പങ്കെടുത്ത ശേഷം കോട്ടയത്ത് നടന്ന ദേശാഭിമാനി പരിപാടിക്കെത്താനും മുഖ്യമന്ത്രി ഹെലികോപ്റ്റർ ഉപയോഗിച്ചിരുന്നു. 5 ലക്ഷത്തോളം രൂപയാണ് ആലപ്പുഴയിൽ നിന്നും തിരുവനന്തപുരത്തേക്കുള്ള ഹെലികോപ്റ്റർ യാത്രയ്ക്കായി ചെലവഴിച്ചതെന്നാണ് സൂചന. സാമ്പത്തിക പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ ലക്ഷങ്ങൾ ചെലവഴിച്ച് മുഖ്യമന്ത്രി നടത്തുന്ന ആഡംബര യാത്രയ്ക്കെതിരെ വലിയ വിമർശനം ഉയർന്നു കഴിഞ്ഞു. ഹെലികോപ്റ്റർ യാത്ര നടത്തി നാട്ടിലെ ജനങ്ങളുടെ നേരെ പല്ലിടിച്ച് കാണിക്കാനാണ് മുഖ്യമന്ത്രി തയ്യാറായിട്ടുള്ളത്. മുഖ്യമന്ത്രിയും ഭരണ നേതൃത്വവും അവർക്ക് വഴിപിഴച്ചിരിക്കുന്നു. അതേസമയം തിരക്കേറിയ ഷെഡ്യൂൾ കാരണമാണ് മുഖ്യമന്ത്രി യാത്രയ്ക്കായി ഹെലികോപ്റ്റർ ഉപയോഗിക്കുന്നതെന്നാണ് സർക്കാർ നൽകുന്ന വിശദീകരണം. ന്യൂസ് 18
തിരുവനന്തപുരം. മറ്റു വാർത്തകളിലേക്ക്. പുൽവാമ ഭീകരാക്രമണത്തിൽ പാക് പങ്ക് വെളിപ്പെടുത്തുന്ന വ്യക്തമായ തെളിവ് കിട്ടിയതായി ദേശീയ അന്വേഷണ ഏജൻസി. സ്ഫോടനത്തിന് ഉപയോഗിച്ച വാഹനത്തിന്റെ ഉടമയ്ക്ക് ഭീകര സംഘടനയുമായുള്ള ബന്ധത്തിന്റെ തെളിവുകളാണ് കിട്ടിയത്. അതിനിടെ അതിർത്തിയിൽ സമാധാനത്തിന് ഒരു അവസരം നൽകണമെന്ന് പാക് പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ ഇന്ത്യയോട് അഭ്യർത്ഥിച്ചു. അതിനിടെ പുൽവാമ ഭീകരാക്രമണത്തിന് കാരണമായ വീഴ്ചകളെക്കുറിച്ച് ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജി സുപ്രീംകോടതി തള്ളി. തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ സമാധാനാന്തരീക്ഷം നിലനിർത്തേണ്ട കാര്യം ഇന്ത്യൻ പ്രധാനമന്ത്രി മറന്നുപോയെന്ന് ഇമ്രാൻഖാൻ കുറ്റപ്പെടുത്തി. അതിർത്തിയിൽ സമാധാനത്തിന് അവസരം നൽകണം. പുൽവാമ ഭീകരാക്രമണത്തെക്കുറിച്ച് കൃത്യമായ തെളിവ് നൽകിയാൽ നടപടിയുണ്ടാകുമെന്ന് ഇമ്രാൻഖാൻ ആവർത്തിച്ചു. പഠാന്റെ മകനാണെങ്കിൽ ഇമ്രാൻഖാൻ ആക്രമണത്തിന് പിന്നിലുള്ളവരെ പുറത്തുകൊണ്ടുവരണമെന്ന് കഴിഞ്ഞ ദിവസം നരേന്ദ്രമോദി പറഞ്ഞിരുന്നു. പാക് പ്രധാനമന്ത്രിയായി അധികാരമേറ്റപ്പോൾ താനൊരു പഠാന്റെ മകനാണെന്നും വാക്കുപാലിക്കുന്ന ആളാണെന്നും ഇമ്രാൻഖാൻ പറഞ്ഞിരുന്നു. ഇത് സൂചിപ്പിച്ചായിരുന്നു നരേന്ദ്രമോദിയുടെ പ്രതികരണം. പുൽവാമ ഭീകരാക്രമണത്തിൽ പാക് പങ്ക് വെളിപ്പെടുത്തുന്ന തെളിവ് കിട്ടിയതായി ദേശീയ അന്വേഷണ ഏജൻസി ഉദ്ധരിച്ച് ഇംഗ്ലീഷ് ദിനപത്രം റിപ്പോർട്ട് ചെയ്തു. സ്ഫോടക വസ്തുക്കൾ ഇടിച്ചു കയറ്റാൻ ഉപയോഗിച്ച വാഹനത്തിന്റെ ഉടമയെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇയാൾക്ക് ജെയ്ഷെ മുഹമ്മദുമായുള്ള ബന്ധം തെളിഞ്ഞിട്ടുണ്ടെന്നും NIA ഉദ്യോഗസ്ഥർ പറഞ്ഞു. തെളിവുണ്ടെങ്കിൽ നടപടിയെടുക്കുമെന്നത് പാകിസ്ഥാൻ ആവർത്തിക്കുന്ന വെറും വാക്കാണെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് വ്യക്തമാക്കി. മുംബൈ ഭീകരാക്രമണത്തിലടക്കം തെളിവ് നൽകിയിട്ടും നടപടിയുണ്ടായിട്ടില്ലെന്നും ഇന്ത്യ ചൂണ്ടിക്കാട്ടുന്നു. പുൽവാമ ഭീകരാക്രമണത്തിന് കാരണമായ വീഴ്ചകളെക്കുറിച്ച് ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജി സുപ്രീംകോടതി തള്ളി. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. ദീർഘദൂര സർവീസ് ആരംഭിച്ച ആദ്യ ദിവസം തന്നെ KSRTC ഇലക്ട്രിക് ബസ് യാത്രക്കാരെ പെരുവഴിയിലാക്കി. എറണാകുളത്തേക്കുള്ള യാത്രയിൽ ചേർത്തല വെച്ചാണ് ചാർജ് തീർന്നത്. മറ്റ് 2 ബസ്സുകൾ എറണാകുളത്തെത്തിയെങ്കിലും തുടർന്ന് ആലുവയിലെ ചാർജിംഗ് കേന്ദ്രത്തിലേക്ക് എത്തിക്കാനായില്ല. സാങ്കേതിക തകരാറാണെന്നാണ് ഔദ്യോഗിക വിശദീകരണം. K7 മോഡൽ പറഞ്ഞാൽ ചാർജിംഗ് എന്ന് പറഞ്ഞാൽ 2.5 മണിക്കൂർ ചാർജിങ് ചെയ്യണം. 250 കിലോമീറ്റേഴ്സ് വരും. ഒരു തവണ ചാർജ് ചെയ്താൽ 250 കിലോമീറ്റർ ഓടുമെന്ന വാഗ്ദാനം ആദ്യ ദിവസം തന്നെ തെറ്റി. തിരുവനന്തപുരത്ത് നിന്ന് പുലർച്ചെ 5 മണിക്കെടുത്ത ബസ് 10:30 ചേർത്തലയിൽ വെച്ച് പെരുവഴിയിലായി. ചാർജ് തീർന്ന് ബസ് നിൽക്കുകയായിരുന്നു. തുടർന്ന് ബസ്സിലുണ്ടായിരുന്ന 25ഓളം യാത്രക്കാരെ മറ്റൊരു ബസ്സിൽ കയറ്റിവിട്ടു. 5 ഇലക്ട്രിക് ബസ്സുകളാണ് എറണാകുളത്തിന് സർവീസ് ആരംഭിച്ചത്. രാവിലെ തിരിച്ച 2 ബസ്സുകളും സുഗമമായി സർവീസ് നടത്തി. മറ്റു 2 ബസ്സുകൾ എറണാകുളത്തും വൈറ്റിലയിലും എത്തിച്ചെങ്കിലും ഇലക്ട്രിക് ബസ് ചാർജ് ചെയ്യുന്ന ചാർജിംഗ് പോയിന്റായ ആലുവയിലേക്ക് എത്തിക്കാനുള്ള ചാർജ് ഇല്ലാതെ ഡിപ്പോയിൽ ഒതുക്കേണ്ടി വന്നു. തുടർന്ന് ജനറേറ്റർ എത്തിച്ച് ചാർജ് ചെയ്ത ശേഷമാണ് 3 ബസ്സുകളും മാറ്റിയത്. ആദ്യ ദിവസമായതിനാലുണ്ടായ സാങ്കേതിക പ്രശ്നമാണെന്നാണ് KSRTC മാനേജ്മെന്റ് വിശദീകരണം. ദീർഘദൂര സർവീസുകൾ ഇലക്ട്രിക് ബസ് ഉപയോഗിക്കുന്നത് നാളെയും തുടരുമെന്ന് MD MP ദിനേശ് അറിയിച്ചു. ഈ 3 ബസ്സുകളും ആദ്യം സിറ്റി ഡിപ്പോയിൽ നിന്ന് എയർപോർട്ട് സർവീസ് നടത്തിയിരുന്നെന്നും ഇതാണ് എറണാകുളം ബസ്സിനെ ബാധിച്ചതെന്നുമാണ് ബസ് വാടകയ്ക്ക് നൽകിയ കമ്പനിയുടെ വിശദീകരണം. ന്യൂസ് 18 തിരുവനന്തപുരം. വീട് ജപ്തി ഒഴിവാക്കാനായി ബാങ്കിൽ അടയ്ക്കാനുള്ള 43.5 ലക്ഷം രൂപയ്ക്കായി പ്രീത ഷാജി വായ്പാ സമാഹരണം നടത്തുന്നു. കെട്ടിട നിർമ്മാണ തൊഴിലാളിയായ മനു മഞ്ഞുമൽ 3 ലക്ഷം രൂപയുടെ ചെക്ക് പ്രീത ഷാജിക്ക് കൈമാറിക്കൊണ്ടാണ് നിക്ഷേപ സമാഹരണത്തിന് തുടക്കം കുറിച്ചത്. ഹൈക്കോടതി ഉത്തരവ് പ്രകാരം അടുത്ത മാസം 15-ന് മുൻപ് പണം ബാങ്കിൽ അടയ്ക്കണം. പ്രീത ഷാജിയുടെ എറണാകുളം ജില്ലാ സഹകരണ ബാങ്ക് കളമശ്ശേരി ബ്രാഞ്ചിലെ അക്കൌണ്ടിലേക്ക് പണം നിക്ഷേപിച്ച് സഹായിക്കണമെന്നാണ് സമരസമിതിയുടെ അഭ്യർത്ഥന. ഉത്തർപ്രദേശിലെ മീററ്റിൽ മണപ്പുറം ഗോൾഡ് ഫിനാൻസിന്റെ ശാഖയിൽ നിന്ന് 15 കിലോ സ്വർണം കൊള്ളയടിച്ച സംഘം പിടിയിൽ. കൊള്ളസംഘത്തിലെ 5 പേരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ലാൽകുർത്തിയിലെ മണപ്പുറം ശാഖയിൽ തോക്കു ചൂണ്ടിയായിരുന്നു കവർച്ച. കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് പണയ ഉരുപ്പടികളടക്കം 15 കിലോ സ്വർണം പട്ടാപ്പകൽ കൊള്ളയടിച്ചത്. മണപ്പുറം ഗോൾഡ് ഫിനാൻസിന്റെ ലാൽകുർത്തി ശാഖയിലെത്തിയ അക്രമികൾ ജീവനക്കാരെ തോക്കു ചൂണ്ടി ഭീഷണിപ്പെടുത്തി. 2 വനിതാ ജീവനക്കാരെ കെട്ടിയിട്ടു. പിന്നീട് മാനേജരെ മർദ്ദിച്ച് ലോക്കറുകൾ തുറപ്പിച്ച് സ്വർണം കവരുകയായിരുന്നു. 4.5 കോടി രൂപയിലേറെ വില വരുന്ന സ്വർണവുമായി കടന്ന സംഘത്തിലെ 3 പേരെ മണിക്കൂറുകൾക്കുള്ളിൽ പോലീസ് പിടികൂടി. 2 പേരെ ഇന്നലെയും അറസ്റ്റ് ചെയ്തു. കൊള്ളസംഘത്തെ പിടികൂടാൻ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചിരുന്നു. കൊള്ളക്കാർ കൊണ്ടുപോയ ആഭരണ പെട്ടികളിലൊന്നിൽ GPS ട്രാക്കർ ഉണ്ടായിരുന്നു. ഇതാണ് വേഗം അക്രമികളെ കുടുക്കാൻ സഹായിച്ചത്. കൊള്ളയടിക്കപ്പെട്ട സ്വർണത്തിന്റെ 1/4 പങ്കും കണ്ടെടുത്തിട്ടുണ്ട്. സ്ഥിരം മോഷ്ടാക്കളാണ് കൊള്ള നടത്തിയവരെന്ന് പോലീസ് പറഞ്ഞു. സംഭവവുമായി ബന്ധപ്പെട്ട് ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്തു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. കൊച്ചി ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിലെ പുക പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കാനുള്ള ശ്രമം ഇനിയും വിജയിച്ചില്ല. വൈകുന്നേരത്തോടെ സ്ഥിതി നിയന്ത്രണ വിധേയമാകുമെന്നാണ് ജില്ലാ ഭരണകൂടം നൽകുന്ന ഉറപ്പ്. വൈറ്റില, ഇരുമ്പനം, കാക്കനാട് എന്നിവിടങ്ങളിലെ പുക നിയന്ത്രണ വിധേയമായി.
അഗ്നിരക്ഷാസേന നടത്തിയ ഇടപെടലിന്റെ ഭാഗമായാണ് 4 ഏക്കറോളം സ്ഥലത്തെ പുക നിയന്ത്രിക്കാൻ കഴിഞ്ഞത്. 10 മീറ്റർ ഉയരം വരുന്ന പ്ലാസ്റ്റിക് മലയുടെ 4 ഭാഗത്തായാണ് തീ പിടിച്ചത്. തീ പൂർണ്ണമായും കെടുത്തി. വൈകുന്നേരത്തോടുകൂടി പുക നിയന്ത്രണ വിധേയമാക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ. അപ്പോൾ ഇന്നത്തെ ഏകദേശം വൈകിട്ടോടുകൂടി നമ്മുടെ ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് അറുതിയാവുമെന്നാണ് ജനങ്ങളോടും പറയാനുള്ളത്. അപ്പോൾ അതിന് നമുക്ക് കോർപ്പറേറ്റ് സഹായമുണ്ട്, പിന്നെ ഹെൽത്ത് കെയറുടെ സഹായമുണ്ട്. എല്ലാ വകുപ്പും ഇവിടെ ആസൂത്രിതമായിട്ട് നമ്മൾ ക്യാമ്പ് ചെയ്ത് നമ്മൾ വളരെ സഹകരണത്തോടുകൂടി ഇന്ന് വൈകിട്ടോടുകൂടി ഇത് തീർക്കും. സമീപത്തെ പുഴയിൽ നിന്ന് പമ്പ് ചെയ്യുന്നതുൾപ്പെടെ 1 ലക്ഷം ലിറ്റർ വെള്ളം ഉപയോഗിച്ചാണ് പുക നിയന്ത്രണ വിധേയമാക്കുന്നത്. വീണ്ടും പുക ഉയരുന്ന സ്ഥലങ്ങളിൽ മണ്ണിട്ട് നികത്തും. തൃപ്പൂണിത്തുറ, ഇരുമ്പനം, വൈറ്റില എന്നിവിടങ്ങളിലെ പുകയ്ക്ക് ശമനമുണ്ട്. വിവിധ ജില്ലകളിൽ നിന്നായി 12ഓളം ഫയർഫോഴ്സ് യൂണിറ്റുകളാണ് ബ്രഹ്മപുരത്ത് പ്രവർത്തിക്കുന്നത്. പുക നിയന്ത്രണ വിധേയമാകുമെന്നും ഇതിൽ ആശങ്കപ്പെടേണ്ടതില്ലെന്നും ജില്ലാ ഭരണകൂടം അറിയിച്ചു. ന്യൂസ് 18 കൊച്ചി.